നിങ്ങൾ 3 മാസമായിട്ട് എന്നെ സ്കൂളിൽ പോകാത്ത കരയാതെ കരയാതെ. വൈഫ് പോയോ? വൈഫ് ഇട്ടിട്ട് പോയോ? 3 പിള്ളേരെ ഇട്ടിട്ട്? എല്ലാവർക്കും കേസ് കൊടുക്കാനും വിമർശിക്കാനും ഒക്കെ സമയമുണ്ട്. ഇവർക്കൊരു രൂപ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒന്നും വേണ്ട, ഒരു 10 രൂപ കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റുമോ? പറ്റില്ല. പറ്റണമെങ്കിൽ ഈ കുരുന്നുകളുടെ സങ്കടം മനസ്സറിഞ്ഞ് നമ്മൾ കാണണം. നമ്മൾ ഇവരെ മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. എന്നാലേ ഇവർക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. മൂന്ന് നില കയറുക ചേട്ടാ അല്ലേ? 3ാമത്തെ നിലയിലാണ് ചേട്ടൻ താമസിക്കുന്നത്. അയ്യോ, ഞാൻ തന്നെ കയറിയിട്ട് മടുത്തു. ചേട്ടൻ ഈ കാലം എന്ത് പറ്റിയതാ? ഇത് ഞാൻ പണി കൊണ്ടുവന്നിടത്തൊന്നും താഴെ വീണോ? ഓഹ്, ആ അവസ്ഥയുണ്ട് അല്ലേ? ഇതാണ് 3 കുട്ടികള്. അറിയോ ആരാന്ന്? അറിയോ ആരാ? അച്ചാനാണോ? നിങ്ങൾ 3 മാസമായിട്ട് എന്നെ സ്കൂളിൽ പോകാത്ത? വീടൊന്നും ഇല്ലേ? 3 മാസമായിട്ട് സ്കൂളിൽ വിട്ടില്ല? അതെന്താ? കരയാതെ കരയാതെ. വൈഫ് പോയോ? വൈഫ് ഇട്ടിട്ട് പോയോ? 3 പിള്ളേരെ ഇട്ടിട്ട്? മെമ്പർ കുറച്ച് മുമ്പ് വിളിച്ചു. എന്തിനാ? കേസ് കൊടുക്കാൻ പോകുന്നു. ചേട്ടനെ വൈഫ് ഇട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞ് വിഷമിക്കണ്ട, മനസ്സിലോ? വൈഫ് ഇല്ലാത്ത എത്രയോ പേര് കുട്ടികളെ നല്ലപോലെ നോക്കുന്നു. ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. നിങ്ങൾ ഈ അവസ്ഥ ഓർക്കണം. ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമം വരും. അതിലും കൂടെ വിഷമമായിരുന്നു എനിക്ക് ഈ കഥ കേട്ടപ്പം. ഈ ചേട്ടൻ്റെ ഭാര്യ ചേട്ടനെ ഇട്ടിട്ട്, വൈഫ് ചേട്ടനെയും കുട്ടികളെയും ഇട്ടിട്ട് ആടോടെയോ പോയി. വിഷമം കൊണ്ട്, നാണക്കേട് കൊണ്ട്